ഈ എപ്പിസോഡിൽ 30 സ്റ്റോക്കുകൾ അടങ്ങിയ പോർട്ട്ഫോളിയോയിലെ 13ാമത്തെയും 14ാമത്തെയും സ്റ്റോക്കുകളെ നമുക്ക് പരിചയപ്പെടാം. ഈ സ്റ്റോക്കുകളുടെ പ്രത്യേകത ഇവ രണ്ടും മോണോപോളി ബിസിനസ്സുകളാണ് എന്നതാണ്. ആദ്യമായി വരുന്നത് സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് അഥവാ CDSL ആണ്. ദീർഘകാലത്തേക്ക് സൂക്ഷിച്ചു വെക്കാവുന്ന ഒരു ഒന്നാന്തരം ഓഹരിയാണ് CDSL. സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ് അഥവാ CDSL 1999 സ്ഥാപിതമായ ഒരു ഇന്ത്യൻ സെൻട്രൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററിയാണ്. 2017 ജൂൺ 30 CDSL നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടു. മുംബൈ ആസ്ഥാനമായുള്ള CDSLന്റെ സേവനങ്ങൾ അക്കൗണ്ട് മെയിൻ്റനൻസ്, റീമെറ്റീരിയലൈസേഷൻ, മാർജിൻ സെക്യൂരിറ്റീസ് തുടങ്ങിയവ ഈട് നൽകുക, കോർപ്പറേറ്റ് ആക്ഷൻ, സെക്യൂരിറ്റികളുടെ ഡീമെറ്റീരിയലൈസേഷൻ, സെക്യൂരിറ്റികളുടെ കൈമാറ്റം, സെറ്റിൽമെന്റ് എന്നിവയാണ്. കൂടാതെ ഈസി, സ്മാർട്ട്, വോട്ടിംഗ്, KYC എന്നീ സേവനങ്ങളും നൽകുന്നു. ഒന്നിലധികം ബാക്കപ്പ് ലെവലുകളുള്ള ശക്തമായ ഒരു ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനം CDSLനുണ്ട്. കൂടാതെ ലോകോത്തര വിവര സുരക്ഷയും സൈബർ സുരക്ഷാ രീതികളും നടപ്പിലാക്കിയിട്ടുണ്ട്. ഡെപ്പോസിറ്ററി സർവീസുകളുടെ ഫലമായി വ്യാജവും തെറ്റായ ഡെലിവറികൾക്ക് കാരണമാകുന്ന പേപ്പർ അധിഷ്ഠിത സർട്ടിഫിക്കറ്റുകൾ ഫലപ്രദമായി ഇല്ലാതാക്കി. ഡിമാറ്റ് അക്കൗണ്ടുകളിൽ ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന സെക്യൂരിറ്റികളുടെ കാര്യക്ഷമവും തൽക്ഷണവുമായ കൈമാറ്റം CDSL വാഗ്ദാനം ചെയ്യുന്നു. ഇന്ന് CDSL ഇന്ത്യൻ ഫിനാൻഷ്യൽ ഇക്കോസിസ്റ്റത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. എല്ലാ വിപണി പങ്കാളികൾക്കും താങ്ങാനാവുന്ന വിലയിൽ സൗകര്യപ്രദവും ആശ്രയയോഗ്യവും സുരക്ഷിതവുമായ ഡിപ്പോസിറ്ററി സേവനങ്ങൾ നൽകുന്നു. BSE ലിമിറ്റഡ് ആണ് CDSL ആദ്യം പ്രൊമോട്ട് ചെയ്തത്. നിലവിൽ BSE ലിമിറ്റഡ്, PPFAS മ്യൂച്വൽ ഫണ്ട്, HDFC ബാങ്ക്, LIC എന്നിവയാണ് മുൻനിര ഓഹരി ഉടമകൾ. ഈ ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്നുകൂടി നോക്കിയതിനു ശേഷം ഓഹരിയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ആദ്യമായി പറയേണ്ടത് ഈ ബിസിനസിന്റെ മുന്നിലേക്കുള്ള വളർച്ചയെക്കുറിച്ചാണ്. ഇന്ത്യയിലെ ഒട്ടുമിക്ക ബ്രോക്കറേജ് ഹൗസുകൾക്കും സേവനം നൽകുന്നത് CDSL ആണ്. വളർന്നു വരുന്ന യുവതലമുറയും ദിനം പ്രതി പെരുകുന്ന ഡിമാറ്റ് അക്കൗണ്ടുകളും CDSLന്റെ മുന്നിലേക്കുള്ള വളർച്ചയ്ക്ക് ആക്കം കൂട്ടും. ഏറ്റവും പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ CDSL കൈകാര്യം ചെയ്യുന്ന അക്കൗണ്ടുകളുടെ എണ്ണം 11,27,82,754 ആണ്. വരും കാലങ്ങളിൽ ഇത് വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. ഇനി ഈ ഓഹരിയുടെ വിശദാംശങ്ങൾ പരിശോധിക്കാം. കമ്പനിയുടെ വിപണി മൂല്യം 18,694 കോടിയാണ്. PE റേഷ്യോ 52.96%, ഇപ്പോഴത്തെ വില 1,789 ഈ ഓഹരിയുടെ ഒരു വർഷത്തെ ഉയർന്ന വില 2,067 രൂപയും താഴ്ന്ന വില 880 കഴിഞ്ഞ 5 വർഷത്തിൽ ഈ ഓഹരി 637.54%, ഒരു വർഷത്തിൽ 96.3% റിട്ടേൺ കൊടുത്തിട്ടുള്ളത്. കമ്പനിയുടെ സെയിൽസ് ഗ്രോത്തും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും മെച്ചപ്പെട്ടു വരുന്നതായി കാണാം. നെറ്റ് പ്രോഫിറ്റും EPS ഗ്രോത്തും നല്ല രീതിയിൽ വളർച്ച കാണിക്കുന്നുണ്ട്. മികച്ച ലാഭവിഹിതം തരുന്ന കമ്പനി കൂടിയാണ് CDSL. ഓരോ ഇടിവിലും വാങ്ങിവെക്കാവുന്ന ഈ ഓഹരി ദീർഘകാലത്തേക്ക് ഏതൊരു പോർട്ട്ഫോളിയോയ്ക്കും ഒരു മുതൽക്കൂട്ടാണ്. അടുത്തതായി വരുന്നത് ആമുഖം ആവശ്യമില്ലാത്ത ഒരു ഓഹരിയാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ BSE ആണ് 14ാമതായി വരുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയ BSE എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുന്നത് 2017 ഫെബ്രുവരി 3 അന്ന് തൊട്ട് ഇന്നോളം മികച്ച പ്രകടനം കാഴ്ചവെച്ച ഓഹരിയാണ് BSE. CDSL, BSE എന്നീ 2 ഓഹരികളും മറ്റ് ഓഹരികളെ പോലെ കാര്യമായി മത്സരം നേരിടുന്നില്ല എന്നതാണ് ഇവയെ നിക്ഷേപകർക്ക് ആകർഷകമായ ഓഹരികളാക്കി മാറ്റുന്നത്. ഈ വർഷം ലിസ്റ്റ് ചെയ്യാനിരിക്കുന്ന നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ NSE BSEക്ക് ഒരു ചെറിയ വെല്ലുവിളി ഉയർത്തിയേക്കാം. ഇനി ഈ ഓഹരിയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. BSEയുടെ വിപണി മൂല്യം 33,478 കോടിയാണ്. PE റേഷ്യോ 43.9%. ഇപ്പോൾ 2,463.6 രൂപ വിലയുള്ള BSEയുടെ ഒരു വർഷത്തെ ഉയർന്ന വില 2,599 രൂപയും താഴ്ന്ന വില 406.2 രൂപയുമാണ്. കഴിഞ്ഞ 5 വർഷത്തിൽ 1,109%, ഒരു വർഷത്തിൽ 497% റിട്ടേൺ എന്ന മാന്ത്രിക പ്രകടനവുമാണ് ഈ ഓഹരി കാഴ്ചവെച്ചത്. സെയിൽസ് ഗ്രോത്ത്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നിവ മികച്ച വളർച്ച കാണിക്കുന്നു. മികച്ച നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്തും EPS ഗ്രോത്തുമാണ് ഈ ഓഹരിക്കുള്ളത്.
ഇപ്പോൾ കുറച്ചുയർന്ന മൂല്യത്തിൽ വ്യാപാരം ചെയ്യുന്ന ഈ ഓഹരികൾ ഓരോ ഇടിവിലും വാങ്ങി സൂക്ഷിക്കാവുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ മികച്ച മറ്റു 2 സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.